ഹലോ ഗൈസ്, ഞാനും എൻ്റെ 2 സിസ്റ്റേഴ്സും കൂടെ ടൂർ പോകുക കേട്ടോ. KSRTC ഉല്ലാസയാത്രയിലാണ് ഞങ്ങൾ പോണത്. അപ്പോൾ വീട്ടുകാരോ കുട്ടികളോ ആരുമില്ല. പിന്നെ ചെറിയ 2 മക്കളുണ്ട്, അവരെന്തായാലും കൊണ്ടുപോകാതിരിക്കാൻ പറ്റില്ല, അവർ ഫീഡ് ചെയ്യണവരാണ്. 7:30 പെരിന്തൽമണ്ണന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറഞ്ഞത്. അതിന് 5 മണിക്ക് അലാറം വെച്ച് നീച്ചു. പിന്നെ രാവിലെ കുറച്ച് സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ച് കൊണ്ടുപോകാനുള്ളത്, 2 ചെറിയ ബ്ലാങ്കറ്റും പിന്നെ കുട്ടികൾക്കുള്ള പമ്പേഴ്സും അവരുടെ ഡ്രസ്സും അങ്ങനെ കുറച്ച് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ കൈ പിടിച്ചു. കുട്ടികളെ മരുന്നൊക്കെ കയ്യിലെടുത്തു. ഇത് ഫസ്റ്റ് ടൈമാണ് ഞങ്ങളിങ്ങനെ പോണത്, വീട്ടുകാരൊന്നും ഇല്ലാതെ. അപ്പോൾ എന്തൊക്കെ എപ്പോഴാണ് എന്താ ആവശ്യം വരിക എന്ന് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ ബസ്സിലല്ലേ പോണത്. പിന്നെ നമ്മളെ സൗകര്യത്തിന് നിർത്തി തരുമോ എന്താ ഒന്നും അറിയില്ല ഇതിനെക്കുറിച്ചിട്ട്. രാവിലെ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങണതല്ല. അപ്പം ഞാൻ മക്കൾക്ക് വിശന്നാലോ എന്ന് വിചാരിച്ച് 2 ദോശയും ഓംലേറ്റും ഒക്കെ ഉണ്ടാക്കിയിട്ട് ബാഗിൽ വെച്ചു. പിന്നെ പവർ ബാങ്ക് കൊടുത്തു. പിന്നെ ഒരു 6:30 ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തത് ഇവിടുന്ന് രാവിലെ ബസ്സിന് പോകാമെന്നാണ്. പക്ഷെ ഇക്കാക്ക കൊണ്ടാക്കി തരാൻ പറഞ്ഞു. അങ്ങനെ പെരിന്തൽമണ്ണ വരെ അവന് വണ്ടിയിലാക്കി തന്നു. കുട്ടികളുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളെ കൊണ്ടുവന്നാക്കാൻ. രാവിലെ ഒന്നും കഴിക്കാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ പെരിന്തൽമണ്ണ എത്താറായപ്പോൾ ഒരു ചായക്കട നിർത്തി ഞങ്ങൾ ചായയും വടയൊക്കെ കഴിച്ചു. മക്കൾക്ക് ഹോർലിക്സും വാങ്ങിച്ചു കൊടുത്തു. എല്ലാവരുടെ മുഖത്തും നല്ല ഉറക്കക്ഷീണം കേട്ടോ. ഇന്നലെ ടൂർ പോകണത് ആലോചിച്ചിട്ട് ആരും വല്ലാണ്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചായയൊക്കെ കുടിച്ചപ്പോൾ എല്ലാവരും അങ്ങോട്ട് ഉഷാറായി. ഞങ്ങൾ ഈ യാത്ര പോകാൻ വേണ്ടിയിട്ട് 2-3 മാസമായിട്ടോ ഇതിങ്ങനെ എൻക്വയറി നടത്താൻ തുടങ്ങിയിട്ട്. ഈ റീൽസിലൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾക്ക് ഇത് പോകാനുള്ള ആഗ്രഹം ഉണ്ടായത്. ഈ ചെറിയ മക്കളായിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഒരു ടെൻഷനൊക്കെ ഉണ്ട്, എന്താവും എന്ന് ആലോചിച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ സ്റ്റാൻഡിലെത്തി. ബസ് കണ്ടപ്പോൾ തന്നെ സേറ പറയുന്നുണ്ട് ഇതിൽ കയറണ്ട, അപ്പച്ചിടപ്പം പോയാൽ മതി പറയുന്നുണ്ട്. സേറയുടെ എക്സ്പ്രഷൻ കണ്ടിട്ട് ടൂറ് കൊളാക്കി കൈ തരും തോന്നുന്നുണ്ട്. ബസ്സിൽ കയറിയത് തീരെ ഇഷ്ടമായിട്ടില്ല, അതിൻ്റെ എക്സ്പ്രഷനാണ് ഈ കാണുന്നത്. ഞങ്ങൾക്ക് സീറ്റ് നമ്പറൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ കയറിയേക്കുമ്പോൾ ഇതിൽ എല്ലാവരും ഓർഡർ ഇല്ലാതെ അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ട് ഇരിക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ കണ്ടക്ടർ കുറച്ച് കഴിഞ്ഞപ്പോൾ വന്നു സീറ്റൊക്കെ അറേഞ്ച് ചെയ്ത് സെറ്റാക്കി തന്നു. അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു. അപ്പോൾ ഇനി യാത്രയുടെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരാം. അതുവരെ ടാറ്റാ.